ബഗോണിയ യോഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത് എമ്മ സ്റ്റോൺ, ജെസ്സി പ്ലേമൻസ് തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു വലിയ ബിസിനസ്സുകാരി രണ്ടുപേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പടം പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ബേസിക് സ്റ്റോറിയാണ് ഈ പടത്തിലുള്ളത്. വളരെ യുണീക്ക് ആണ് സിനിമ. എമ്മ സ്റ്റോൺ, യോർഗോസ് ലാന്തിമോസ് കോംബോ ഒരുമിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ വിയേർഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ പടത്തിനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച പുവർ തിങ്സിന് പുള്ളിക്കാരിക്ക് തന്നെ മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡൊക്കെ ലഭിച്ചിരുന്നു. ആ പടം ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര യുണീക്ക്, ഡിഫറെന്റ്, വിയേർഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതും ആ ഒരു ലെവലാണ് ഇവരുടെ പടങ്ങൾ. അല്ലെങ്കിലും ഈ ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള, കുറച്ച് കിളി പറത്തുന്ന ടൈപ്പ് വിചിത്രമായിട്ടുള്ള ഐറ്റംസ് ആണ് യോർഗോസ് ലാന്തിമോസിന്റെ പൊതുവെയുള്ള സിനിമകളുടെ ഒരു സ്വഭാവം. പക്ഷെ മറ്റു ലാന്തിമോസ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ പടം കുറച്ചുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഒരുക്കിയതെന്ന് പറയാം. അത്രയ്ക്ക് കിളി പറത്തുന്ന ഐറ്റം ഒന്നും അല്ല. എങ്കിലും ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീയുമല്ല. ചിലർക്ക് ചിലപ്പോൾ പടം കാണുമ്പോൾ തുടക്കം കുറച്ച് നന്നായിട്ട് ബോറടിപ്പിച്ചേക്കാം. ഇതിന്റെ ഒരു മെല്ലപ്പോക്കും കുറച്ച് ഓവറായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പടം ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് പോയിട്ട് കൊച്ചിയിലാണ് ഞാൻ ഈ പടം കണ്ടത്. സോ 2:50 ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ഉറക്കം വന്നു. പക്ഷെ പോകെ പോകെ നമ്മൾ ഈ കഥയിലേക്ക് ഇന്നായി മാറും. അപ്പോൾ പിന്നെ പടം ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യുന്നുണ്ട്. തേനീച്ചകളുടെ വംശനാശവും മനുഷ്യരുടെ നിലനിൽപ്പും അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിനൊപ്പം ചില ഫാന്റസി എലമെന്റ്സ് കൂടി പടത്തിൽ വിളക്കി ചേർത്തിട്ടുണ്ട്. ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി പ്രഡിക്റ്റബിൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഡയറക്ടറിന്റെ മുൻ സിനിമകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനത് ഊഹിച്ചു എന്ന് പറയാം. സ്റ്റിൽ ഇത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ശരിക്കും ഈ സിനിമ 2003 ഇറങ്ങിയ കൊറിയൻ പടമായ സേവ് ദ ഗ്രീൻ പ്ലാനറ്റ് എന്ന പടത്തിന്റെ റീമേക്ക് ആണെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല കേട്ടോ. ആകെ 4-5 കഥാപാത്രങ്ങൾ മാത്രമേ ഈ പടത്തിലുള്ളൂ. എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. അഭിനയിച്ച എല്ലാവരും പ്രഗത്ഭരാണ്. എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളവരാണ്. സോ അവരുടെ മാക്സിമം ഔട്ട് തന്നിട്ടുണ്ട്. എമ്മ സ്റ്റോൺ ഒക്കെ വേറെ ലെവൽ ആക്ടിംഗ് ആണെന്ന് പറയാം. ഒരു വലിയ കമ്പനിയുടെ CEO ആണ്. ഒപ്പം വിചിത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തപ്പെടുന്നതും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതൊക്കെ ഭയങ്കര രസമായിട്ടാണ് എമ്മ സ്റ്റോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. ജെസ്സി പ്ലേമൻസ് ആണ് ഈ പടത്തിന്റെ ഒരു സ്റ്റാർ എന്ന് പറയാം. അമ്മാതിരി കിടലൻ ആക്ടിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് തടിയൊക്കെ ഈ പടത്തിന് വേണ്ടി കുറച്ചിട്ടുണ്ട് എന്ന്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഭയങ്കര വ്യത്യാസം പുള്ളിയുടെ ലുക്കിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി അറിയാവുന്നവർക്കറിയാം, ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആ പടം മുഴുവൻ വിഴുങ്ങുന്ന ടൈപ്പ് ഒരു ആക്ടറാണ്. അതുപോലെ ഡോൺ എന്ന ക്യാരക്ടറായിട്ട് വന്ന എയ്ഡൻ ഡെൽബീസ്, എനിക്ക് തോന്നുന്നു താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരു നടനാണ്. ഞാൻ വേറെ അധികം പടങ്ങളിലൊന്നും കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇജാതി നാച്ചുറൽ ആക്ടിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസും. പിന്നെ ടെക്നിക്കൽ സൈഡിൽ പടം ഒരു ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. കിടിലൻ ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പടത്തിന്റെ പോസിറ്റീവ് ആണ്. ഇതിന്റെ കളറിംഗും ഭയങ്കര രസമാണ്. ഇതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോയും കുറച്ച് ഡിഫറെന്റ് ആണെന്ന് പറയാം. വിസ്ത വിഷൻ ആണ്. 1.50:1. അതായത് ഏകദേശം ഒരു സ്ക്വയർ ആണ് ഇതിന്റെ ഔട്ട് വരുന്നത്. സാധാരണ ഏത് തിയേറ്റർ കണ്ടാലും ഒരു പെട്ടി പോലെ രണ്ട് സൈഡിൽ വലിയ ബാർസ്, ബ്ലാക്ക് ബാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു വിഷ്വലുകളും സൗണ്ടും ഒക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടം തന്നെയാണെന്ന് പറയാം. പിന്നെ ഇതിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാവർക്കും പറ്റിയൊരു പടമല്ല. ഒരു ഓസ്കാർ മെറ്റീരിയൽ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് കുറച്ച് നന്നായിട്ട് ലാഗടിച്ചേക്കാം. അതുപോലെ ഉറക്കം തോന്നാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക്. നിങ്ങൾക്ക് ആ ഒരു വേൾഡിൽ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കും. ഇന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം എൻജോയ് ചെയ്യാനും പറ്റും, അത് ഓർക്കുക. മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മികച്ച സിനിമ തന്നെയാണ് ബഗോണിയ. ഈ സംവിധായകന്റെ മുൻ സിനിമകളൊക്കെ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഏരിയസ്റ്റർ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഏരിയസ്റ്റർ അദ്ദേഹം ഈ പടത്തിന്റെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. പിന്നെ ഈ പടം A24 സിനിമ കൂടിയാണ്. സോ മൊത്തത്തിൽ ഈ ഒരു വിയേർഡ് കോംബോ ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു പടം എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ചെറിയ രീതിയിൽ ലാഗടിക്കുകയും ചെയ്തു. പടം ഇപ്പോൾ തിയേറ്ററുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാൻ PVRലാണ് കണ്ടത് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.